ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾസ്. അപ്പോൾ നമ്മൾ കുറച്ച് ചാള അല്ലെങ്കിൽ മത്തി ഒന്ന് വറുത്തെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി അരച്ച് ചേർത്തിട്ടാണ് നമ്മളത് എന്താ പറയുക വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചാളയെ വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ജാർ എടുക്കുക, അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ഇനി ഇഞ്ചി ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ മത്തിയും അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. സ്റ്റവിലേക്ക് ചട്ടി വെച്ച് ചട്ടി ചൂടായി കഴിയുമ്പോൾ നമ്മുടെ എണ്ണ ഒഴിക്കാം. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മത്തി എടുത്തിടാം. അങ്ങനെ എല്ലാം വാരിപ്പെറുക്കി ഇട്ടിട്ടുണ്ട്. ഇനി അതവിടെ കിടന്ന് വെന്തോളും. അപ്പോൾ ഒരു വശം വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് മറിച്ചിടാം. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് മറിച്ചിടുന്നുണ്ട്. അങ്ങനെ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ അടുത്ത വശം കൂടി സെറ്റായി കഴിയുമ്പോൾ നമ്മുടെ മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പം നല്ല അത്യാവശ്യം കാണാനൊക്കെ കൊള്ളാം. കുറച്ച് ഇച്ചിരി പാളിപ്പോയി, എന്നാലും കുഴപ്പമില്ല, ഒരുവിധം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം കേട്ടോ, ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു നുള്ളങ്ങോട്ട് എടുത്ത് ആണ് കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നല്ലോണം നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനി അങ്ങനെ അങ്ങ് കഴിക്കാം. അപ്പോൾ ഞാനിത് കഴിച്ചപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു നല്ലൊരു ഫ്ലേവറായിട്ട് നിൽക്കുക. അപ്പോൾ എനിക്കൊരു അടിപൊളി ടേസ്റ്റായിട്ടാണ് തോന്നുന്നത്. പിന്നെ എരിവും കൂടി വരുമ്പോഴത്തേക്കും ഒരു കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. മത്തിക്ക് ഒരു വേറെ ലെവലിൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇഷ്ടം തോന്നിയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.